ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗന്ദര്യത്തിന്റെ നിറകുടമാണ്. എന്നാൽ വഹാബി നേതാവിനെ കുറിച്ച് മുജാഹിദ് ബാലുശ്ശേരി പരിചയപ്പെടുത്തുന്നത് ശ്രദ്ധിക്കുക. ഞങ്ങളുടെ നേതാവ് എ പി അബ്ദുൽ ഖാദർ മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യനാണ്. മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യൻ ൂതിയ പറന്നു യാതൊരു ജാടയില്ല. തലപ്പാവിന്റെ ഊക്കില്ല, ജുബക്കുപ്പായത്തിന്റെ ഊക്കില്ല, അല്ലേ, കോടിക്കണക്കിന് ഉറുപ്പിന്റെ കാറില്ല, തെക്ബീറുകളില്ല. നാടൻ മനുഷ്യൻ. അങ്ങനെ ഒരു നാടൻ മനുഷ്യന്റെ അനുയായികളാണ് ഞങ്ങളൊക്കെ. നബിതങ്ങൾക്കുള്ളതൊന്നും ആ മൗലവിക്കില്ല. ഞങ്ങളുടെ നേതാവ് കാണാൻ കൊള്ളുന്ന നേതാവാണ്. കാരണം എന്താ, അതുപോലൊരു സൗന്ദര്യം വേറെയില്ല. وخمسك ياقوت وباقيك جوهر. നബിയേ, അവിടുന്ന് സൗന്ദര്യത്തിന്റെ തികവ് തന്നെ. وأجمل منك لم ترقت عيني وأحلى منك لم تلد النساء. ഞങ്ങളുടെ നേതാവ് കാണാൻ ഏറ്റവും സൗന്ദര്യമുള്ള നേതാവാണ്. നിങ്ങളുടെ നേതാവ് കാണാൻ കൊള്ളാത്ത കറുത്ത മനുഷ്യനാണ്. ഞങ്ങളുടെ തകരാറല്ല, നേതാവിനെ എടുക്കുമ്പോ കണ്ടറിഞ്ഞെടുത്തുകൊള്ളണം. ഇനി തിരിഞ്ഞോ, ഞങ്ങളുടെ നേതാവിന്റെ തക്ബീറിന്റെ പിന്മുറയില്ലെന്നാണ് അയാളുടെ പരാതി. ഞങ്ങളുടെ നേതാവ് റസൂലുള്ളാഹി തക്ബീറിന്റെ പിന്നാമ്പുറമുണ്ട്. അത്ഭുതായ വന്യമായ മറിച്ചോ മദീനയിലേക്ക് നബിതങ്ങൾ കടക്കുന്നു. ആ സമയത്ത് സ്വഹാബത്ത് വിളിക്കുന്നു, അല്ലാഹു അക്ബർ ജാഅ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാഅ റസൂലുള്ളാഹ്. തക്ബീറിന്റെ പിന്നണിയുണ്ടോ? പിന്നെ അവരുടെ നേതാവിന് കോടിയുടെ കാറില്ലാന്നാണ് പരാതി. ഞങ്ങളുടെ നേതാവിന് അവിടുന്ന് മില്യൺ കണക്കിന് ഡോളർ കൊണ്ടുപോലും വാങ്ങാൻ കിട്ടാത്ത ഗുറാത്തുള്ള നേതാവാണ്. പിന്നെ അവരുടെ നേതാവ് ഊതിയാ പറക്കുമെന്ന പരാതി. ഞങ്ങളുടെ നേതാവ് അങ്ങനെയല്ല. യുദ്ധത്തിന് സ്വഭാവത്തിൽ നിന്ന് ചിലര് ബേജാറായി പിന്നോട്ട് വരുന്നത് ആരുടെ അടുക്കലേക്കാ? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഇമാം മുസ്ലിം വിരോധം ചെയ്യുന്നു, ഖത്തീബ് തിരുനെല്ലി ഉദ്ധരിക്കുന്നു, ഇമാം ബഗവി ഉദ്ധരിക്കുന്നു. ഒരുപാട് ഇമാമുകൾ ഉദ്ധരിച്ചുപോയി. യുദ്ധത്തിന് സാധത്ത് ബേജാറായി പോയി. കാരണം എന്താ? ലഖദ് നസറക്കുമുല്ലാഹു ഫീ മവാഖിന കസീറാ വയൗമ ഹുനൈൻ. പരീക്ഷണമുള്ള യുദ്ധമാണ്. സ്വഹാബത്ത് ബേജാറായി വരുന്നവരുടേക്കാൾ ഇല്ലാ റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്കാണ്. നബിതങ്ങളെ പറഞ്ഞില്ല. അവിടുത്തെ വാഹനത്തിന്റെ മേലെ ഇരുന്നു. ശത്രുക്കളുടെ മുമ്പിലേക്ക് പോയി. എന്നിട്ടൊരു പ്രഖ്യാപനമാണ്, ആരാടാവരാനുള്ളത്? ഞാൻ അല്ലാഹുവിന്റെ റസൂലാണടാ, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയാണടാ. ധൈര്യമുള്ളവര് വന്നോ? റസൂലുള്ളാഹി തങ്ങൾ വിളിക്കുന്നു. ഊതിയാ പറക്കാത്ത നേതാവ്, സുന്നികളുടെ നേതാവ്, സൗന്ദര്യമുള്ള നേതാവ്, സുന്നികളുടെ നേതാവ്, കാണാൻ കൊള്ളുന്ന നേതാവ്, സുന്നികളുടെ നേതാവ്. നിങ്ങളുടെ നേതാവിനൊന്നുമില്ലാത്തത് ഞങ്ങളോട് പരാതി വേണ്ട. മുജാഹിദിന്റെ വാക്ക് കേട്ട് തീർപ്പിതല്ലേ സോദര, മുനാഫിക്കിന്റെ വഴിയിലേക്ക് പോയിടല്ലേ സ്നേഹിത.
വഹീദിന്റെ മാർഗമേതെന്നറിയുമോ സഹാദുരാ മുഹമ്മദൻ നബി വരച്ച സുന്നി മാർഗരേഖയാ മുജാഹിദിന്റെ വാക്ക് കേട്ട് തീണ്ടിടല്ലേ സോദര മുനാഫിക്കിന്റെ വഴിയിലേക്ക് പോയിടല്ലേ സ്നേഹിത വഹീദിന്റെ മാർഗമേതെന്നറിയുമോ സഹോദര മുഹമ്മദൻ നബി വരച്ച സുന്നി മാർഗരേഖയാ. രണ്ടാഴ്ച രണ്ടാഴ്ച കൊണ്ട് ഞാൻ മതിയെന്ന് പറയുന്നത് കണ്ടു. എന്റെ കണ്ടത് അവിടെ എഴുതിയിരിക്കുന്നത് റസൂലുള്ളാഹിന്റെ കബറിന്റെ ഇവരുടെ കള്ള ചാറ തന്നെ ഓർമ്മ കൊണ്ട് എന്താ വലിയൊരു ചാറം ആ രൂപത്തിലുള്ള കുറേ ആചാരങ്ങൾ അത് ഫോട്ടോ വിട്ടിട്ട് വീട്ടിൽ ഭർക്കത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഇടപാട് നടത്തുന്നുണ്ട്. അത് കള്ള ചാറമാണ് സുഹൃത്തുക്കളെ. പച്ചക്കുമ്പയുള്ള റസൂലുള്ളാഹിന്റെ ജാറം ആ ജാറത്ത് സംബന്ധിച്ച് കള്ളജാറമെന്ന് പ്രസംഗിച്ചില്ലേ? ഇവിടെ വന്നിട്ട് മരിക്കണ്ടേ എന്ന് ചോദിച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്ന മൗലവി ആ റസൂലുള്ളാഹിന്റെ ഖബറ് കാണാൻ കഴിയൂല എന്ന് മൗലവി പറയുന്നു. മൗലവിക്കല്ലേ കാണാൻ കഴിയാത്തത്? സൗദി അറേബ്യയിൽ നിന്ന് പുറത്തിറക്കുന്ന അൽ മുസ്ലിമൂൻ പത്രത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറ് ശരീഫ് ജാറം പച്ചപ്പട്ടുകൊണ്ട് പുതച്ചിട്ട് ആ പത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ? ആ പത്രം കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാനിവിടെ കാണിച്ചില്ലേ? അതിന്റെ ഒറിജിനൽ കോപ്പി കാണിച്ചില്ലേ? എന്റെ CD-യിൽ അത് കാണിച്ചില്ലേ? നിങ്ങൾ എന്തേ നിങ്ങൾ റസൂലുള്ളാഹിന്റെ അനുയായിയാണോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുന്ന് കിടക്കുന്ന റൗദിനെ സംബന്ധിച്ച് അവിടുന്ന് കിടക്കുന്ന റൗദയെ സംബന്ധിച്ച് കള്ളചാറമെന്നല്ലേ ഈ നാട്ടുകാരനെ നീ ഇവിടെ വളർന്ന് കുറച്ച് പണം പല ആളുകളിൽ നിന്നും ഏതൊക്കെയോ മാർഗത്തിലൂടെ കിട്ടിയപ്പോ പടച്ച റബ്ബ് കൊടുത്ത നാവ് കൊണ്ട് വിളിച്ചു പറയുന്നത് കേട്ടില്ലേ? ലോകത്ത് മാതാപിതാക്കളെക്കാൾ മറ്റുള്ള എല്ലാ ജനങ്ങളെക്കാളും സ്വന്തം ശരീരത്തെക്കാളും എന്നെ ഇഷ്ടപ്പെടാത്ത കാലത്ത് വല്ലാഹി നിങ്ങൾ മുഅ്മിനല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അങ്ങനെ ലോകത്തുള്ള മുഴുവൻ ആളുകളും സ്വന്തം ശരീരത്തെക്കാൾ പ്രിയം വെക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ച് കള്ളചാറമെന്നല്ലേ ഇദ്ദേഹം പ്രയോഗിച്ചത്? ഇത് ഏത് നിരീശ്വരവാദിയെ തൃപ്തിപ്പെടുത്താനാണ്? ഏത് മുസ്ലിം വിരോധിയുടെ കയ്യടി വാങ്ങാനാണ്? ഏത് ഖുർആൻ വിരോധിയുടെ അച്ചാരം വാങ്ങിയിട്ട് പറയുകയാണ്? മുസ്ലിമീങ്ങളൊന്ന് ചിന്തിക്കൂ സഹോദരന്മാരെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളെ ഖബറിനെ സംബന്ധിച്ച് പോലും റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗ്ഗത്തോട്ടങ്ങളിൽ നിന്നുള്ളൊരു തോട്ടമെന്നല്ലേ സത്യവിശ്വാസികളെ ഖബറിനെ കുറിച്ച് വരെ ഹദീസിൽ പഠിപ്പിക്കുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ അത് കള്ളചാറമാണെന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമാണ്. പോകട്ടെ, ഇന്ന് വരെ ഒരു ഹിന്ദു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒരു RSSകാരൻ പറഞ്ഞിട്ടുണ്ടോ? ഒരു ക്രിസ്ത്യാനി പറഞ്ഞിട്ടുണ്ടോ? ഒരു നിരീശ്വരവാദി പറഞ്ഞിട്ടുണ്ടോ? ലോകത്തേതെങ്കിലും കക്ഷി ഈ മുജാഹിദ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളൊന്ന് നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കൂ. കൈ നെഞ്ഞത്ത് വെക്കേണ്ടത് ഇത്തരം കാര്യം ചിന്തിക്കുമ്പോഴാണ്. നിസ്കരിക്കുമ്പോൾ വെക്കേണ്ടത് നെഞ്ഞിന്റെ ചോടയാണ് കേട്ടോ. വഹാബി തരികിടയാ ഇതൊരു വല്ലാത്ത കമ്പനിയാ, ചൈത്വാന്റെ വാല് പോലെ നിങ്ങളെ വഹാബി തരികിടയാ. കള്ളം പറയൽ മത്സരം വഹാബിക്ക്, തോക്കും വെട്ടി കിട്ടിയൊരു ബൗലടിക്ക്. പറഞ്ഞ കാരണത്താൽ നേതാവിന് കിട്ടിയത് പിഴയാണ് കോടതി. ഇവർ ക്യാമ്പ് നടത്തിയിരുന്നു, വേഷം കെട്ടി പാടിക്കുന്നു. ക്യാമ്പ് നടത്തിയിരുന്നു, വേഷം കെട്ടി പാടിക്കുന്നു. ജാക്കിയാന്റെ പാഠം കണ്ട് ഊർജം നേടുന്നു, ജാക്കിയാന്റെ പാഠം കണ്ട് ഊർജം നേടുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ അവിടുത്തെ ജാറം പുതപ്പിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അവിടുത്തെ ഖബർ പുതപ്പിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ സലഫി ചോദിക്കുന്നു, എന്തിനാ തങ്ങൾ പാപ്പാക്ക് പുതപ്പിക്കുന്നത്? അവിടെ കൊതുക് കടിക്കാതിരിക്കാനാണോ? കൊതുക് കടിക്കാതിരിക്കാനാണോ? മൗലവിയുടെ പ്രസംഗമാണ്, ശ്രദ്ധിക്കണേ മോമിനീങ്ങളെ. എന്നിട്ട് അതിന്മേൽ ജാറം മൂടുന്നു, പട്ടുകൊണ്ട് മൂടുന്നു, അവിടെ വിളക്ക് കത്തിക്കുന്നു. എന്തിനാ ജാറം മൂടുന്നത്?
തങ്ങൾ പാപ്പാക്ക് തണുക്കാതിരിക്കട്ടെ, കൊതുക് കടിയില്ലാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ ഈ പട്ട് മൂടുന്നത്? ഞാൻ തിരിച്ചു ചോദിക്കട്ടെയോ? പരിശുദ്ധമായ കഅബാലയം, അതിന്റെ തില്ല, ലക്ഷക്കണക്കിന് വിലമതിക്കുന്ന തില്ല ഓരോ വർഷവും മാറ്റുകയാണ്. കഅബക്ക് കൊതുക് കടിക്കാതിരിക്കാനാണോ മൗലവി? കഅബ കൊതുക് കടിക്കാതിരിക്കാനാണോ? കഅബക്ക് തണുക്കാതിരിക്കാനാണോ? എന്തിനാണ് മൗലവിമാരെ ആ കില്ല കൊണ്ട് കഅബയെ പുതപ്പിക്കുന്നത്? അതിനെ അലങ്കരിക്കുന്നത് എന്തിനാണ്? അതൊരു ആദരവാണെന്ന് തിരിച്ചറിയാൻ മഹത്തുക്കളെ ആദരിച്ച് പരിചയം വേണ്ടേ? മഹത്തോടുള്ള ആദരവ് വേണ്ടേ? മഹത്തുക്കളോടുള്ള ആദരവിന്റെ മനസ്സ് വേണ്ടേ? അതില്ലാത്ത ഈ മൗലവി പുരോഹിത പാതിരി വർഗത്തോട് വിഷയം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉലമാഇനെ തരം താഴ്ത്തലും ഇവർക്കുള്ള അംവാത്ത് അഹിയാവും അതിൽ ഉൾപ്പെട്ടതാ. നിനക്കുള്ള കോട്ടം ആദ്യമായി ചിന്തിക്കണം, അന്യന്റെ മാംസം പിന്നലും സൂക്ഷിക്കണം. നിനക്കുള്ള അമല് നാളെ അവനും നൽകണം, ഇല്ലെങ്കിലോ അന്യന്റെ കുറ്റം ഏൽക്കണം. പരലോകമിൽ നീ കൈവലഞ്ഞവൻ തന്നെയാ, ഖേദം ഒടുക്കാൻ മാർഗമില്ലത് തീർച്ചയാ. യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു